ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഒന്നുമല്ല, കണ്ണനെ പെയിൻറ് ചെയ്തുകൊണ്ട് വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കണ്ണനെ സ്മരിച്ചിട്ട് തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ പറഞ്ഞത്. അപ്പോൾ സമയം വരുന്നത് എപ്പോഴാണെന്നറിയോ? പുലർച്ചെ 3:51 3:51 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തിട്ട് വേണം എനിക്ക് ഒന്ന് പോയിട്ട് കിടന്നുറങ്ങാൻ. അപ്പോൾ ഈ പലരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാൻ പറ്റിച്ച് ജീവിക്കുകയാണ്, ഞാൻ എന്താ പറയുക, പിന്നെന്തൊക്കെയും പറയാറ്, കള്ളത്തിയാണ്, കപടഭക്തിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അവരോടൊക്കെ എനിക്കായിട്ട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇപ്പം നല്ല ഉറങ്ങുന്ന സമയമായിരിക്കും. എനിക്ക് ഉറക്കില്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ. കാണുന്നുണ്ടോ? ആവോ, ഇതായിട്ട് കാണുന്നില്ല. ഒരു സെക്കൻഡ്, വരയ്ക്കുന്നതും കൂടി ഒന്ന് കണ്ടേക്ക്. ഇനിയിപ്പോൾ ഞാനല്ല വേറെ ആരോ വരയ്ക്കുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കായിട്ട് ഡെഡിക്കേറ്റഡ് ദിസ് വീഡിയോ. കിട്ടുന്നില്ല, ഒന്നിനെ എന്നെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൃഷ്ണനെയാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിലും നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. കഷ്ടപ്പാടും അധ്വാനവും ഒരുപാട് ഇതിലുണ്ട്, ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ഉറക്കമൊഴിച്ചൊക്കെ ഇരുന്ന് വരയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്ന് പറയാനിപ്പോൾ നഴ്സുമാർ, അവർ ഉറക്കമൊഴിഞ്ഞിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിലൊരു സത്യവും ഉണ്ടാവും. അവിടെ നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റൂല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. കാണിച്ചു തരാനുള്ളൂ ഇല്ലല്ലോ ഗൈസ്, എൻ്റെ സ്റ്റാൻഡാണ് അപ്പുറം കിടക്കുക. അപ്പോൾ ഈ സമയമായപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. ഈ സമയത്തൊക്കെയാണ് ഗൈസ് വരച്ച് കഴിയാറ്. അപ്പോൾ എവിടെയാ ഉറങ്ങാൻ സമയം എന്ന് ചോദിക്കും. ഇനി വേണം ഗുളികയൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് എഴുന്നേൽക്കാം. നാളെ സ്കൂളില്ല പിള്ളേർക്ക്, അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10-12 മണിയാവും എഴുന്നേൽക്കാൻ. അപ്പോൾ എഴുന്നേറ്റ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വീണ്ടും വരയ്ക്കാനിരിക്കുമ്പോൾക്ക് ലേറ്റ് ആവും. അപ്പം എന്താക്കും? ഫുഡ് ഹോട്ടലിൽ നിന്ന് മേടിക്കും. ഇതൊക്കെയാട്ടോ എൻ്റെ ജീവിതം, എൻ്റെ ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് മേടിക്കും, കഴിക്കും, വീണ്ടും വരയ്ക്കാനിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡ് ചിലപ്പം ഞാൻ ഉണ്ടാക്കും, ചിലപ്പോൾ എൻ്റെ മകന് എന്തെങ്കിലും തട്ടിക്കുട്ടി കറിയൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. വർക്ക് കൂടുതലാണെങ്കിൽ അവൻ ചെയ്തു തരും. ഇപ്പോൾ കുറച്ച് വർക്ക് കൂടുതലാണ്, അതുകൊണ്ട് നൈറ്റ് ആൻഡ് ഡേ എന്നൊന്നും നോക്കാതെ ഇരുന്ന് വർക്ക് തീർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ബുക്കിംഗ് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അതും കണ്ണൻ്റെ ഒരനുഗ്രഹമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം കണ്ണൻ എന്നിലേക്ക് എത്തിയിട്ട് 13 വർഷമായി. ആ 13 വർഷവും ഞാൻ വരച്ചിട്ടുണ്ട്. എല്ലാ മാസവും ഞാൻ വരച്ചിട്ടുണ്ട്. മാസം ഒരു 10 ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ കൂട്ടി നോക്കി, 13 കൊല്ലത്തേക്ക് വെറും 10 വെച്ച് കൂട്ടി നോക്കി. വീടിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ 750 ഫോട്ടോ വരച്ചിട്ടുണ്ട്. ഈ കുത്തുന്നത് എന്താണെന്നൊന്നും നോക്കണ്ട കേട്ടോ, അത് ഈ പെയിൻറ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കുത്തുന്നത്. അപ്പോൾ അതിന് മാത്രം തന്നെ ഞാൻ 750ഓളം ഫോട്ടോ വരച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാൻ 1500 ഫോട്ടോൻ്റെ അടുത്ത് എന്നൊക്കെ പറയലുണ്ട്. 1500 ഞാൻ വരച്ചത്. എനിക്കൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഗിന്നസിൽ പുതുതായിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നില്ല എന്നൊക്കെ കേട്ടു ഞാൻ അന്ന് അന്വേഷിച്ച സമയത്ത് കേട്ടോ. ഇന്നത്തെ കാര്യം എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊക്കെ പറഞ്ഞ് ഈ പറ്റിച്ച് ജീവിക്കൽ. ഇത് പറ്റിച്ച് ജീവിക്കുന്നതാണ് നിങ്ങളൊക്കെ ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പെയിൻ്റ് എടുത്താവട്ടെ. പെയിൻറ്റിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതെടുത്താവട്ടെ. നിങ്ങളൊക്കെ പറ്റിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതാണ് പറ്റിച്ച് ജീവിക്കൽ. ഈ സമയത്തൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾ അറിയും, ഓൾ ഈ സമയം നോക്കി നിൽക്കുകയാണ്. എനിക്കെന്താ പിരാന്തുണ്ടോ? ആർക്കടെ ഉറപ്പ് വരുമ്പോൾ ഉറങ്ങാതിരിക്കാൻ പറ്റുക? സെക്യൂരിറ്റിമാർക്കൊക്കെ പറ്റും കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ടെന്ന് എനിക്ക് മാത്രമല്ല, സെക്യൂരിറ്റിമാർക്ക് പറ്റും, നേഴ്സിന് പറ്റും, ഡോക്ടറും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും പ്ലംബറും ഒന്നും ആവാൻ വരണ്ട. അപ്പം ഇങ്ങനെയാണ് മക്കളെ ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നത്. 3:45 4 മണി വരെയൊക്കെ വരച്ചിരുന്നിട്ടാണ് മക്കളെ ഈ ഹിന്ദുക്കളെ പറ്റിക്കുന്നത്. അതും കൂടി നിങ്ങൾ കണ്ടാൽ ഞെട്ടും എന്ന് പറയാം. അപ്പം ഏകദേശം പൊന്നാര ഗൈസ് ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞു. വെച്ചാൽ കൈയൊക്കെ കണ്ടൊരു മക്കളെ ഒരു വേദന. അപ്പം ഇന്നത്തെ വർക്ക് കഴിഞ്ഞു എന്ന് വെച്ചത് ഈ ഒരു ടൈപ്പായി. ഇത് നേരം വെളുക്കുമ്പോൾ ഉണങ്ങിയാൽ എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതേ ഉണ്ടോ, ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് പറ്റിച്ച് ജീവിക്കുന്നത് എന്നൊന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ സമയം നിങ്ങൾക്ക് കാണിച്ചു തരാം. നവംബർ 27 3:58 4 മണിയാവാം 2 മിനിറ്റ് ബാലൻസ്. അപ്പോൾ അയ്യോ എൻ്റെ പെയിൻ്റ് താഴെ പോയി. പറ്റിച്ച് ജീവിക്കാനുള്ളൊരു കഷ്ടപ്പാടേ, അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഇനിയിപ്പം ഉറക്കം ഓട്ടോമാറ്റിക് ഉണ്ട്, പക്ഷേ മെഡിസിൻ കൂടി എടുക്കുന്നുണ്ട് ഞാൻ. മെഡിസിൻ എടുത്തിട്ടില്ല വെച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഇവൻ എനിക്ക് കറക്റ്റ് റെഗുലറായിട്ട് എന്ന് വെച്ചാൽ ഒരാൾ ഇത്ര മണിക്കൂർ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ടല്ലോ. ആ 1 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും. അതുകൊണ്ടാണ് മെഡിസിൻ എടുത്തിട്ട് കിടക്കാമെന്ന് കരുതിയത്. സ്ലീപ്പിംഗ് പിൽസാണ് കേട്ടോ. എനിക്ക് 1 2 3 4. അപ്പോൾ ഇതും കുടിച്ച് കിടക്കുക വെച്ചാൽ നല്ല റിലീഫായിരിക്കും, നല്ല റിലാക്സേഷൻ ആയിരിക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൊയിലാണ്ടി പോയാൽ നല്ല ചൂട് പഴമ്പൊരിയും ചായയും കിട്ടും. പക്ഷെ പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. കൈ രണ്ടും കടച്ചിലെടുക്കുന്നുണ്ട്. ഇന്ന് വരെയും അതിനുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു. പെയിൻറ്റിങ്ങിലേക്ക് കടന്നിട്ടേ അല്ല. അതാ കൈയൊക്കെ അത്ര ഫ്രഷ്നെസ് കേട്ടോ. ഇത് നോക്കണ്ട പിന്നെ ഇതിൻ്റെതാ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇതാണ് മക്കളെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഒരാൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഇവിടെയും തളരാതെ ഇപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് തന്നെ കയറിപ്പോകുന്നത്. താഴോട്ട് പോവാതെ മുകളിലോട്ട് കയറിപ്പോകാനുള്ള ഏക കാര്യം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാണ്. ഞാൻ എന്നോട് തന്നെ ഗുഡ് നൈറ്റും പറയാണ്. ഇത് അപ്ലോഡ് ചെയ്തിട്ടേ ഞാൻ ഉറങ്ങിയുള്ളൂ. അപ്പോൾ ബൈ ദ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.